അങ്ങനെ ഋഷിയുടെ അമ്മയും അനിയനും വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഹിന്റ് കിട്ടിയോ ഋഷിക്ക്? അൻസിബെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട്? സായി അച്ഛൻ വരുമോ, എൻ്റെ അച്ഛനെങ്ങാനും വരുമോ, എനിക്ക് കാണണ്ട അങ്ങേരെ, എൻ്റെ അമ്മയും ഭാര്യയും മതി, എങ്കിലും എനിക്ക് സന്തോഷമാവും. ബിഗ് ബോസെ എൻ്റെ അച്ഛനെയൊന്നും ഇങ്ങോട്ട് കയറ്റി വിടല്ലേ, ശരിയാവത്തില്ല. ഭയങ്കര കലിപ്പിലിരിക്കുകയാണ്. എന്താണ് സംഭവങ്ങൾ, ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഋഷിക്ക് ഹിന്റുകളൊക്കെ കൊടുക്കുന്നുണ്ടോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ എല്ലാവരും നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ഞി മുട്ടായി, എന്ത് പറയും, ബോംബെ മുട്ടായി, മദാമ മുട്ടായി, അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ടിടുന്നു. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിപ്പൂ. ആ പാട്ട് കേൾക്കുന്നു. അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവുന്നു. ആദ്യം പാട്ട് ജസ്റ്റ് തുടങ്ങുമ്പം ഇതെന്ത് പാട്ട് വേൽക്കാടാ. പെട്ടെന്ന് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ തന്നെ ജാസ്മിൻ ഫാമിലി റൗണ്ട്. അപ്പോൾ നന്ദന എൻ്റെ അമ്മ കരയുന്നു. അപ്പോൾ ജാസ്മിൻ നിൻ്റെ അമ്മ തന്നെയായിരിക്കും, നന്ദന നിൻ്റെ അമ്മ തന്നെയായിരിക്കും. എല്ലാവരും കൂടെ നേരെ ഓടുന്നു വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഉണ്ട് നമ്മുടെ എൻട്രൻസ് ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഉണ്ട് ലിവിംഗ് റൂമിൽ പൂട്ടിയിരിക്കുന്നു. ബിഗ് ബോസ് തുറക്ക് ബിഗ് ബോസ് പ്ലീസ് തുറക്ക്. അപ്പോൾ ഋഷിയൊക്കെ കൂളായിട്ട് നിൽക്കുന്നു, അൻസിബയും കൂളായിട്ട് നിൽക്കുന്നു. ഈ പറയുന്ന പോലെ ജാസ്മിനും നന്ദനയാണ് ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ നന്ദന ബിഗ് ബോസ് തുറക്ക്, നന്ദന പെട്ടെന്ന് ഇമോഷണലാവുന്നു. അങ്ങനെ കാറ് എൻട്രൻസ് തുറക്കുന്നു, വീട്ടിനകത്തേക്ക് കാറ് വരുന്നു, 4-5 ചുറ്റി അവിടെ കാറ് നിർത്തുന്നു. ബിഗ് ബോസെ തുറക്ക്. അവസാനം ഇവർ നോക്കുമ്പോൾ കാറിൻ്റെ പിറകിൽ ആരോ ഇരിക്കുന്നു. ഫ്രണ്ടിൽ ഡ്രൈവർ മാസ്ക് വെച്ച്, പിറകിൽ 2 പേര് ആരോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജാസ്മിൻ ഇങ്ങനെ എൻ്റെ പൊന്നുവാണോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഇവർ വാതിൽ തുറക്കുന്നു, ഓടിപ്പോയി നന്ദനയും സിജോയും ജാസ്മിനോട് ഡോറ് തുറക്കുന്നതും ഇറങ്ങുന്നു ഋഷിയുടെ അമ്മയും അനിയനും. ഋഷി ഓടിപ്പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, കുറച്ചു നേരം കരയുന്നു. ഇവർ കരഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് ഇടയിൽ കൂടി എന്ത് ചെയ്യുന്നു, സായിക്ക് കാറില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. സായി കാറിനകത്ത് കയറുന്നു, ഫ്രണ്ടിൽ കയറുന്നു. ഇവരെല്ലാവരും കാറ് തുറന്നിട്ടൊക്കെയാണ് കാറിനകത്ത് എല്ലാവരോടും ഇടിച്ചു കുത്തിക്കുക. അതൊന്ന് കാണേണ്ട സംഭവം തന്നെയായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ വെട്ടൻ സിനിമയില്ലേ, വെട്ട സിനിമയുടെ അവസാനം എല്ലാവരുടെ ഒരു കാറിനകത്ത് അവിടെ തള്ളുന്നു ഇവിടെ തള്ളുന്നു, അതുപോലെ ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി കാറിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഋഷി അമ്മയും കൂടെ നേരെ വീടിനകത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവർ പോയിരുന്നു. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് അതിനകത്തൊരു തോന്നിയ കാര്യം, ഋഷിക്ക് എന്തെല്ലാം പറഞ്ഞു. ഇനി അതിനകത്ത് ആ വീട്ടിൽ എന്തായാലും ഇപ്പം ഞാൻ തന്നെ ഋഷിയെ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അൻസിബ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഋഷിക്ക് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന അൻസിബയാണ്. അതിന് എന്ത് കാര്യമായിക്കോട്ടെ അൻസിബ സപ്പോർട്ട്. അപ്പോൾ ആ പറയുന്ന അൻസിബയോട് ഈ പറയുന്ന ഋഷിയുടെ വീട്ടുകാരങ്ങനെ അധികം അടുപ്പം കാണിക്കുന്നില്ല എനിക്ക് തോന്നി. അപ്പോൾ എനിക്കതൊരു അവരുടെ മോനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അൻസിബ അല്ലേ. അതിന് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ, ഋഷിക്ക് ആ വീട്ടിലുള്ള ഒരു കരുത്ത് അൻസിബ തന്നെയാണ്. പക്ഷേ അൻസിബ അങ്ങോട്ട് അധികം അടുപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഋഷി വന്നിട്ട് ഇതാണ് അൻസിബ, ഇവളാണ് എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നത്, എൻ്റെ സിസ്റ്ററാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് സംഭവം. എനിക്കത് പേഴ്സണലി അതെനിക്കൊരു കണ്ടപ്പോൾ അങ്ങനെ ഇത്രയും കാലം അവർ ഭയങ്കര ചങ്കോട് നിന്നിട്ട് എന്തുകൊണ്ട് വീട്ടുകാർ വന്നപ്പോൾ വീട്ടുകാർ അവരെ മൈൻഡ് ചെയ്യുന്നില്ല, ഈ പറയുന്ന അൻസിബയെ പരിചയപ്പെടുത്തി ഋഷിയും കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് മാറുമായിരിക്കുക. പിന്നെ ഹിന്റുകൾ കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക ഹിന്റ് കൊടുക്കുന്നില്ല. എനിക്ക് അതിലും ഒരു വിഷമം തോന്നി. ഒരു പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാകും ഒരു വക പറയരുതെന്ന്. അപ്പം അതുകൊണ്ടായിരിക്കും, കാരണം ഫാമിലി റൗണ്ട് ഇത്രയും നേരത്തെ വന്നതുകൊണ്ട് ഒന്നും പറയരുത്, കളിയുടെ ദിശ മാറാൻ ചാൻസ് ഉണ്ട്, അവിടെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഋഷിയുടെ അമ്മയും ഒന്നും പറയുന്നില്ല, സഹോദരനും ഒന്നും പറയുന്നില്ല. ഋഷി ചോദിക്കുന്നുണ്ട്, ഞാൻ ഓക്കെ ആണോ, ഞാൻ കാണിക്കുന്നതൊക്കെ ശരിയാണോ, പുറത്ത് എന്നെ കരുതി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമല്ല, നീ പോകുന്ന നല്ല വേ ആണ്, കറക്റ്റായിട്ട് നീ പോ. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ ഋഷിയുടെ വേ കറക്റ്റ് അല്ല. ഈ പറയുന്ന പോലെ ഋഷിയുടെ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മാത്രം, നീ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കളിക്ക് എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞ ഋഷി. ഞാൻ ഋഷി മോശം എന്ന, ഋഷിക്ക് അതിൻ്റെ കളിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പം അപ്സരെ ഒരു 2ാമത്തെ ആഴ്ചയിൽ അപ്സരെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അത് വിട്, അപ്സരെ വിട്ടിട്ട് എല്ലാവരുടെയും, അപ്സര മാത്രമല്ല എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെയും മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഋഷിക്ക് ബഹുദൂരം മുന്നിലോട്ട് പോവാം. അപ്പം ഒരു ഹിന്റും കൊടുക്കുന്നില്ല. വീട്ടുകാരുടെ എല്ലാവരുടെ ഹാമ്പറൊക്കെ കൊണ്ടാണ് വരുന്നത്, മുട്ടായിയൊക്കെ കൊടുക്കുന്നു. എല്ലാവരുടെ ഋഷിയുടെ അമ്മയും സഹോദരനും ഭയങ്കര കാര്യമാണ്. പക്ഷേ ഇതുവരെയും ഹിന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഹിന്റും കൊടുത്തിട്ടില്ല. ഋഷി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഋഷി ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഭയങ്കര സംഭവമാണ്, എനിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ആണെന്നാണ്. പക്ഷെ ആ തോന്നൽ വീണ്ടും നെഗറ്റീവ് ആക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ, എന്തെങ്കിലും ഒന്ന് പറയണേ എന്ന് കാത്തിരിക്കണം. എന്തെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവസ്ഥ വളരെ മോശം ലെവലിലേക്ക് പോകും. നോക്കാം നമുക്ക് എന്താവുമെന്ന്. ഒന്നും പറയുന്നില്ല കേട്ടോ, കളിച്ച് ചിരിച്ച് തന്നെ വീട്ടിൽ നിൽക്കുകയാണ്, എല്ലാവരുടെയും വിശേഷം ചോദിക്കുന്നു, കാര്യം പറയുന്നു. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, ഋഷിയുടെ അമ്മ പറഞ്ഞ് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഋഷിയുടെ സഹോദരൻ നീ ജയിക്കണം, നീ ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നീ ജയിക്കും, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഋഷിക്ക് കോൺഫിഡൻസ് കൂടുകയാണ്. ഈ പറഞ്ഞ പോലെ സംഭവങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത്
ഒരു വശത്ത് ഇതിങ്ങനെ നടക്കുമ്പോൾ മറുവശത്ത് സായി പുറത്ത് പോയിരുന്നിട്ട് എൻ്റെ അച്ഛൻ വേണ്ട, അങ്ങേര് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല, അങ്ങേര് ഞാനും കൂടെ ശരിയാവത്തില്ല. അപ്പം നന്ദന പറയുന്നത് വേണ്ട ചേട്ടൻ്റെ അച്ഛനെ നമുക്ക് കാണണം, അച്ഛനെ കാണണമെന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ ചേട്ടൻ എനിക്ക് അച്ഛനില്ലാത്തത്, അപ്പോൾ ചേട്ടൻ അച്ഛനെയും കാണണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ സായി പറയുന്നത് എനിക്ക് അച്ഛൻ വരണ്ട, സ്നേഹയും അമ്മയും വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ വൈഫും അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മയും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അച്ഛൻ വേണ്ട, അച്ഛൻ ശരിയാവില്ല, ബിഗ് ബോസ് ആരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ പറഞ്ഞു വിടല്ലേ. അപ്പോൾ അച്ഛനും സായി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വേണ്ട എന്നുള്ള ഒരു ലെവലായിരിക്കാം. ഞാൻ അറിഞ്ഞത് സായിയുടെയൊക്കെ ഫാമിലി വരുന്നത് ഏതാണ്ട് 27 അത്രയും ഡേറ്റ് 27, 26 വരുന്നതെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റുകളും ലൈവ് വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.